ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ SSC GD നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി നമ്മുടെ SSC ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കലണ്ടർ പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ എന്താണ് വരുന്നത്, എന്താണ് ക്ലോസ് ചെയ്യുന്നത്, അതിനു മുമ്പ് എന്തൊക്കെ മുൻകരുതലുകൾ വേണം എന്നതാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ശകലം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വളരെ വലിയ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. 50,000-ത്തിനടുത്ത് വേക്കൻസികൾ ഫില്ല് ചെയ്യുമെന്നാണ് അറിയാൻ പോകുന്നത്. അപ്പം തയ്യാറെടുക്കാം. നമുക്ക് ഈ ഒരു എക്സാമിനേഷനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനിയും ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്, ഇത് ഏജ് ലിമിറ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. 25 വയസ്സ് വരെ ഉള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും. 10ാം ക്ലാസ് വരെ മാത്രമാണ് യോഗ്യത. SSLC ഉള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് കരിയറാണിത്. പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷകളൊക്കെ നോക്കി കാത്തിരുന്ന സമയം കളയുന്നതിനേക്കാളും വളരെ നല്ലതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്താൽ റാങ്ക് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ജോലി കിട്ടും. അല്ലാതെ മറ്റ് കേരള PSCയിലേക്ക് പല തസ്തികയ്ക്കും വേണ്ടി റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് വർഷങ്ങളോളം കാത്തിരിക്കേണ്ടുന്ന അവസ്ഥയൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ അവസാനത്തെ റാങ്ക് ലിസ്റ്റിൽ ഒരു മെമ്പർ ആണെങ്കിലും നിങ്ങളെ കൂടി എടുത്തിട്ട് ഏതാണ്ട് ഒരു 6 മുതൽ 9 മാസത്തിനുള്ളിൽ ഈ റാങ്ക് ലിസ്റ്റ് ക്ലോസ് ചെയ്ത് അവർ അടുത്ത പരിപാടിക്ക് പോകും. അതാണ് SSCയുടെ രീതി. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ കയറിയാൽ ജോലി ഉറപ്പാണ്. അപ്പോൾ തയ്യാറെടുക്കുന്നവർക്ക് നന്നായിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു വിനിയോഗമാണ്. അപ്പോൾ അതിന് മുൻപോടിയായിട്ട് ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഈ ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ്സുകളാണ്. ക്രൂഷ്യൽ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ഈ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് പ്രധാനമായിട്ടും. OBCയും EWS ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. OBCയും EWS ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സിന് ഒരു പ്രശ്നമുണ്ട്, ഇതിന് കാലാവധിയുണ്ട്. ഈ രണ്ട് സർട്ടിഫിക്കറ്റ്സിനും എല്ലാ സർട്ടിഫിക്കറ്റ്സിനും കാലാവധിയുണ്ട്. പക്ഷേ ഇതിന് 1 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. നിങ്ങൾ ഈ അടുത്തൊക്കെ അത് എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇത് എടുത്തു വെക്കുക. ഈ ഒരു ഡിലേ ഉണ്ടാക്കാൻ നിൽക്കേണ്ട. കാരണം ഇന്ത്യ മുഴുവനുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള റഷായിരിക്കും ആപ്ലിക്കേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒത്തിരി ഡിലേ ഉണ്ടാകും. ചിലപ്പോൾ സൈറ്റൊക്കെ ഹാങ് ആയി പോകാനൊക്കെ ഇരിക്കും. ഡേറ്റ് ഒന്നും SSC നീട്ടി തന്നില്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകും. ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന ഇത് തന്നെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയിട്ട് അക്ഷയ വഴി ഇത് എടുത്തിട്ടില്ല EWSഉം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് OBCക്ക് നിങ്ങൾ എടുക്കുക. ഇനിയും SC/ST കമ്മ്യൂണിറ്റിയിൽ എടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവരും പോയി എടുക്കുക. നിങ്ങൾ പുതുതായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. ആ സർട്ടിഫിക്കറ്റ് പൊതുവെ 3 വർഷം വരെ വാലിഡിറ്റി അവർ നൽകുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് മേടിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കിട്ടുന്ന ഒരു ആഡ് അഡ്വാൻറ്റേജിനെ ഇല്ലാതാക്കില്ല, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിപ്പറേഷൻ തുടങ്ങുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എക്സാം വൈസ് വളരെ ഡിഫിക്കൽട്ടി ലെവൽ കുറവുള്ളൊരു എക്സാമാണ്. എഫർട്ട് ഇട്ടാൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ചിട്ടയായ ഒരു പ്രിപ്പറേഷൻ മാത്രം മതി. 4 ഏരിയകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വരുന്നത്. ഞാൻ ഓൾറെഡി സിലബസ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK ഇത്രയും കണ്ടന്റാണ്. ഇത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷമുള്ള ഫിസിക്കൽ ഒരു ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അതുകൂടി നിങ്ങൾക്ക് ടാക്കിൾ ചെയ്താൽ നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ ഏതാണ്ട് ഒരു 45,000 മുതൽ 55,000 രൂപ വരെ മാസശമ്പളം കിട്ടുന്ന ഒരു നല്ല കരിയറിലേക്ക് നിങ്ങൾ എത്തും എന്നത് മറക്കണ്ട. അപ്പോൾ അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് വരാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി SSC ഫോക്കസ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് വളരെ ശക്തമായിട്ട് തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈനായിട്ടും ഒപ്പം തന്നെ ഓഫ്ലൈനായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഏത് മോഡലിലൂടെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്താൽ ഈ ഒരു പരീക്ഷ, പ്രത്യേകിച്ചും SSC GD എന്ന് പറയുന്ന വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വരും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കോഴ്സ് സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടുന്നതാണ്. അപ്പം ഓർത്തിരിക്കുക, ജനറൽ കമ്മ്യൂണിറ്റിക്ക് 25 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ്. SC/ST ആൻഡ് OBCക്കാർക്ക് 3 വർഷം ഇളവ് കിട്ടും. SC/STക്കാർക്ക് 5 വർഷവും ഇളവ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വൈകാതെ അപ്ലൈ ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കാർ ജോലി സ്വന്തമാക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.